ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ സംഖ്യാപുസ്തകം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എന്നിവയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിലെ 11ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ ധ്യാനിപ്പാനിടയായിത്തീർന്നു. നാം ഈ സെക്ഷനിൽ 12ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം മുതൽ നമ്മൾ ചെന്ന് തുടരുകയാണ്. ഈ 12ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയമെന്നുള്ളത് അഹരോൻ്റെയും മിരിയാമിൻ്റെയും പിറുവിറുപ്പായിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു. നമുക്ക് 12:1 മുതൽ വായിച്ചു നോക്കാം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. കണ്ടോ, അത് വിഷയം എന്തുവാ? മോശയ്ക്ക് മാത്രമല്ല കൃപാവരം, മോശയ്ക്ക് മാത്രമല്ല വെളിപ്പാട്, മോശയ്ക്ക് മാത്രമല്ല പ്രവചനം, മോശയ്ക്ക് മാത്രമല്ല ദർശനം, പിന്നെ ഞങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെയും ഉണ്ട്. ഇത് എല്ലാ ആത്മീയ നേതാക്കന്മാരും അനുഭവിക്കേണ്ടി വരുന്ന ഒരു ചെറിയ വിഷയമാണ്, അല്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോഴൊക്കെ സന്ദർഭം നമ്മൾ ചെറിയൊരു വീഴ്ചകളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവന് മാത്രമല്ല കൃപയുള്ളത്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾക്കും ദർശനമുണ്ട്, ഞങ്ങളും വെളിപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അഹരോനും മിരിയാമും പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് മോശയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് യുവ കൃപയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം ഞങ്ങളുടെയും സംസാരിച്ചിട്ടുണ്ട്. യഹോവ അത് കേട്ടു. മോശ കേട്ടു എന്നല്ല അവിടെ പറഞ്ഞത്. ആർക്കെതിരെ സംസാരിച്ചത്? മോശയ്ക്കെതിരെ സംസാരിച്ചത്. പക്ഷെ മോശ അത് കേട്ടു എന്നല്ല അവിടെ രേഖപ്പെടുത്തിയിരുന്നത്, യഹോവ അത് കേട്ടു എന്നുള്ളതാണ്. ഇവിടെ നമ്മളെപ്പോഴും കാര്യം മനസ്സിലാക്കണം. നമ്മളൊരാളുടെ കുറ്റവും കുറവൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങോരത് കേൾക്കുന്നില്ലെങ്കിൽ പോലും അവനെ വിളിച്ചവൻ, വേർതിരിച്ചവൻ, തിരഞ്ഞെടുത്തവനായ ദൈവം അത് കേൾക്കുന്നുണ്ട്. നമുക്കൊരാളെ കുറ്റമായിരുന്ന് പറയാം, അയാൾ കേൾക്കാതെ അയാളുടെ കുറ്റം പറയാം. പക്ഷെ ഓർക്കേണ്ട കാര്യം, നീ ഇതെല്ലാം പറയുമ്പോൾ ആ മനുഷ്യൻ കേട്ടാലും കേട്ടില്ലെങ്കിലും അതെല്ലാം കേൾക്കുന്ന ദൈവമുണ്ടെന്നുള്ളതാണ്. ഇവിടെ യഹോവ അത് കേട്ടു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അയ്യോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു കാര്യമാണിത്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യൻ ആയിരുന്നു. ദൈവം ഒരുവനെ കാണുന്നതും മനുഷ്യൻ ഒരുവനെ കാണുന്നതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ മോശയുടെ അടുത്ത് പഠിച്ചു നോക്കിയാൽ, പണ്ട് ഒരു മിസ്രൈമിനും ഇസ്രായേലും തമ്മിൽ ബഹളമുണ്ടായപ്പോൾ മിസ്രൈമിനെ ഒറ്റയടിക്ക് കൊന്ന മനുഷ്യനായി ഈ മോശ. എന്നിട്ട് മണൽ മാന്തി അതിൽ കുഴിച്ചിട്ട പുള്ളിയാണ്. ഇസ്രായേലും തമ്മിൽ ബഹളം ഉണ്ടാക്കുമ്പോഴും അവരുടെ ഇത് ഒരു അനീതി കണ്ട് സഹിക്കാൻ പാടാതെ ചാടി ചെന്ന് അവർ പറഞ്ഞ് ഭീഷണിയാക്കിയിട്ട് ഓടിപ്പോയവനാ. ചിലപ്പോഴൊക്കെ അദ്ദേഹം ദേഷ്യം കൊണ്ട് സംസാരിച്ച് നമുക്കറിയാം. ഈ കഴിഞ്ഞ അധ്യായത്തിൽ പോലും അദ്ദേഹം ദൈവത്തോട് പോലും നീ എന്നിങ്ങനെ വലച്ചത് എന്തിനൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഭൂമിയിലുള്ള
സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അപ്പോൾ ദൈവം നമ്മളെ കാണുന്നതും മനുഷ്യൻ കാണുന്നതും, ദൈവം വിലയിരുത്തുന്നതും മനുഷ്യൻ വിലയിരുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് പലരെയും കാണുമ്പോഴും നമുക്ക് നെറ്റി വിളിയും. പക്ഷെ ദൈവം അവർക്ക് അവർ വേണ്ടപ്പെട്ടവനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുക. അപ്പോൾ ദൈവത്തിന് ചിലരുടെ ഉദ്ദേശമുണ്ട്. അത് ദൈവം അവരിൽ കാണുന്ന ചില ഗുണങ്ങളുണ്ടായിരിക്കാം. സൗമ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മടിയുണ്ടായിരിക്കും. പക്ഷെ ദൈവം പറയുക സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായ മനുഷ്യൻ. എന്നിട്ട് അടുത്തത്, പെട്ടെന്ന് യഹോവ മോശയോടും അഹ്റോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും കൂടാരത്തിൽ വരുവീൻ എന്ന് കൽപ്പിച്ചു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിക്കൽ വന്നു നിന്നു. അഹ്റോനെയും മിര്യാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അറിയിച്ചത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചനം ഉണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. മോശയെക്കുറിച്ചുള്ള ഒരു പ്രമാണം നോക്കി, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. നമുക്ക് മോശയെക്കുറിച്ച് പിറുപുറത്തുന്നോ ദേഷ്യപ്പെട്ടു എന്നോ ഒരാളെ തല്ലിക്കുന്നൊക്കെ പറയാനുള്ള കംപ്ലയിൻസ് എല്ലാം പറയാനുണ്ട്. അത് ദൈവം പറയുക, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അവനോട് ഞാൻ അരുളി ചെന്ന് മറവുള്ളതായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? കണ്ടോ? ഓർക്കേണ്ട കാര്യം, നമ്മൾ ദാസന്മാർക്കെതിരെ അഭിഷിക്തന്മാർക്കെതിരെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ദൈവം അവരെ തിരഞ്ഞെടുത്തതാ. നിങ്ങൾ നോക്കുമ്പോൾ പല വീഴ്ച താഴ്ച അവർക്ക് കൊണ്ടുവന്ന് വന്നേക്കാം. പക്ഷേ ദൈവം അവരെ തിരഞ്ഞെടുത്ത ദൈവം കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ അവർക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഇവിടെ മിര്യാമിനോട് ചോദിക്കുക, അഹ്റോനോടും മിര്യാമിനോടും ചോദിക്കുക, നിങ്ങൾ എന്താ ശങ്കിക്കാത്തത്? നിങ്ങളെന്താ പേടിക്കാത്തത്? നിങ്ങളെന്താ അവർക്കെതിരെ സംസാരിക്കുന്നത്? എന്താ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നത്? ഈ ഇന്നത്തെ ആത്മീയ ലോകത്ത് പരാജയം എന്താണ്? അഭിഷിക്തന്മാർക്കെതിരെ ശബ്ദം വരുത്തുന്ന ഒരു വലിയ സമൂഹമായി മാറിയിരിക്കുക. അതിനൊക്കെ ശിക്ഷകൾ അവർ മേടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ യഹോവയുടെ കോപം ചൊല്ലിപ്പാൻ കാരണമായി തീർന്നു. മോശയ്ക്കെതിരെ സംസാരിച്ചത് മോശ കേട്ടെന്നല്ല, യഹോവ കേട്ടു എന്നും ഇവിടെ പറയുക, എങ്ങനെ ഇരിക്കാൻ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത്? അവൻ കോപാപരമായി ജലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിൽ നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്തു. കുഷ്ഠരോഗിണിയായി. അഹ്റോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയെന്ന് കണ്ടു. അഹ്റോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാവം ഞങ്ങളുടെ മേൽ വയ്ക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപിളയെ പോലെ ഇവൾ ആകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയുടെ ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ 7 ദിവസം ലജ്ജിച്ചിരിക്കില്ലയോ? അവൾ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം. പിന്നത്തേൽ വന്ന് അവളെ ചേർത്ത് കൊള്ളാമെന്ന് കൽപ്പിച്ചു. പിന്നെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. അതിനുശേഷം ജനം ഹസ്രോത്തിൽ നിന്ന് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. ഇവിടെ നോക്കി, കോപമുണ്ടാകുന്നു. ആർക്ക് വിരോധമായിട്ടാണ് സംസാരിച്ചത്? മോശ വിരോധമായി സംസാരിച്ചത്. അതിൻ്റെ പേരിലാണ് മിര്യാം ശിക്ഷിക്കപ്പെട്ടത്. പക്ഷെ മോശ, എനിക്കെതിരെ അങ്ങനെ സംസാരിച്ചാൽ ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്, എന്നോട് ദൈവം അങ്ങനെ ചെയ്യുമെന്നല്ല പറഞ്ഞത്. മോശ അവൾ കൂടി പ്രാർത്ഥിക്കാനായിട്ട്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചോളം നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. നമുക്ക് ദോഷം ചെയ്തു വന്നേക്കാം. അവർ ദോഷം ചെയ്യുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും അവർക്കൊരു അനർത്ഥമുണ്ടാകുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഉത്സാഹമുണ്ടാകണം. എന്നെ ദ്രോഹിച്ചതല്ലേ, അതുകൊണ്ട് നീ അത് അനുഭവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഇതാ ഇവിടെ മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിര്യാം 7 ദിവസം കഴിയുമ്പോൾ സൗഖ്യമായി. അതേസമയം 7 ദിവസം ആ ജനത്തിൻ്റെ യാത്ര മുടങ്ങിവട്ടായി അല്ലേ? അപ്പോൾ ഒരാളുടെ വാക്കുകൾ
മോശമായ വാക്കുകൾ പലരുടെയും മുന്നേറ്റത്തെ തടയുവാൻ കാരണമായി നിന്നേക്കാം. അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കുക. മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം. അവനൊരു ഉടയവനുണ്ട്, അവനത് കേൾക്കുന്നുണ്ട്. അതായത് നീ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തി കേട്ടില്ലെങ്കിലും അവനൊരു ഉടയവനുണ്ടെന്നും ആ ഉടയവൻ അത് കേൾക്കുന്നുള്ളതായ ബോധ്യം നമ്മെ എപ്പോഴും പരിപ്പാനിടയായിത്തീരണം. ഇല്ലെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന് കോപം വരുന്നത് മാത്രമല്ല, നമ്മൾ മുഖാന്തരം മറ്റു പലരുടെയും മുന്നേറ്റങ്ങളെ തടയുവാനത് കാരണമായി വന്നേക്കാം. നമ്മൾ വീണ്ടും 13-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 14-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളെ മൊത്തമായി പഠിച്ചാൽ അവർ വാഗ്ദദേശം ഉറ്റുനോക്കാൻ പോകുന്നതായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ചുരുക്കമായി ആ ഭാഗങ്ങൾ വായിക്കാം. പിന്നെയും മോശയുടെ അരളി ചെയ്ത് ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കണം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളുടെ തലവന്മാരായിരുന്നു. എന്നിട്ട് അവരുടെ പേരുകളെല്ലാം വിവരിക്കുകയാണ്. അവരുടെ പേരുകളെല്ലാം വിവരിച്ചിട്ട് അതിൻ്റെ 17-ാം ഭാഗത്തിൽ പറയുന്നത് എങ്ങനെയാണ്: മോശെ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏതു വിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പറഞ്ഞ ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടയോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിവീൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. കണ്ടോ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഒരു ദേശം ചുറ്റുമൊക്കെ പോവുക. ഒന്ന്, ദേശം ഏതു വിധമുള്ളത്, അതിൽ കുടിയിരുന്ന ജനവാൻ ബലവാന്മാരാണോ ബലഹീനരാണോ, ചുരുക്കമാണോ അധികമാണോ, അവർ പറഞ്ഞ ദേശം നല്ലതാണോ ആകാത്തതാണോ, വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളാണോ കോട്ടകളാണോ, ദേശം പുഷ്ടിയുള്ളതാണോ പുഷ്ടിയില്ലാത്തതാണോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ദേശത്ത് ചെല്ലുമ്പോൾ ആ ദേശത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, ഒരു അറിവ് നമുക്കുണ്ടാകണം. ആ നിലയിൽ വേണം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ആവശ്യം വിടുകയാണ്. അത് മുന്തിരിങ്ങ പഴുത്ത് തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സിനി മരുഭൂമിയിൽ മുതൽ ഹാമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു. അതൊക്കെ ദേശത്തോട് ചെന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ അഹിമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിൽ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. ഒരു മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുവന്നു. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൾ താഴ്വര എന്ന് പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി കഴിഞ്ഞു മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിൽ കാദേശിലെ മോശയുടെ അഹ്റോന്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെ അടുക്കൽ വന്നു. അവരുടെ സർവ്വസഭയോട് വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവരോട് വിവരിച്ചു പറഞ്ഞെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പറയുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങളേറ്റവും ഉറപ്പും വലിപ്പമുള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസിലും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയാം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ചെന്ന് ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന് നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളുടെ ദുർവർത്തമാനമായി പറഞ്ഞു നിന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങളവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാർ സന്ധികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു.
ദേശം ഉറ്റുനോക്കാൻ പോയി. ദൈവങ്ങൾക്ക് കൊടുക്കാനുള്ള ദേശമാണ്. പക്ഷെ നോക്കിയിട്ട് വന്ന് പറയുകയാണ് അവിടെ ഒരു രക്ഷയുമില്ല. നമുക്ക് പ്രശ്നങ്ങളെ കാണുമ്പോൾ നിൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചാൽ അതിന് സൊല്യൂഷൻ ഉണ്ടായെന്ന് വരികയില്ല. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്താൽ ഒരു വിടുതലിന് വേണ്ടി നീ ആഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ സഹായിപ്പാനും വിടുവിപ്പാനും രക്ഷിപ്പാനും അത് കാരണമായി തീരും. ഇവിടെ അവരിലേക്ക് നോക്കിയിട്ട് പറയുക, നമുക്ക് ജനത്തെ പിടിച്ചു കിട്ടാൻ കഴിയില്ല, കാരണം അവർ വലിയ മല്ലന്മാരാണ്. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനന്മാർ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കളെല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പ്രവർത്തിച്ചു. സഭയ്ക്കും അവരോട് മിസ്രയീം ദേശത്ത് ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു, ഞങ്ങൾ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടത് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനെന്ന് ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളിയായി പോകുമല്ലോ, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുകയല്ലോ ഞങ്ങൾക്ക് നല്ലത്. ഇപ്പോൾ കണ്ടോ, ആകെ ബഹളമായി അല്ലേ? ചിലരുടെ വാക്കുകൾ, അവിശ്വാസന വാക്കുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജനം ദൈവത്തിനെതിരെ ചിന്തിക്കുകയാണ്. ഞങ്ങൾ മിസ്രയീമിൽ കിടന്നാൽ മതിയായിരുന്നു, ഈ മരുഭൂമി മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇതൊന്നും നടന്നില്ല, ഈ മിസ്രയീമിലേക്ക് പോവുകയാണ് നല്ലത്. പ്രശ്നങ്ങളുടെ നടുവിൽ ഒരിക്കലും പിന്തിരിഞ്ഞു പോകാനുള്ള മനസ്സ് കാണിക്കരുത്. എനിക്ക് ദർശനം, എനിക്കിട്ട് ദൈവശബ്ദം, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ആ ശുശ്രൂഷകളെ നടപടിയെ നിവർത്തിക്കാൻ മുന്നോട്ട് പോയിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായ പ്രതികൂലങ്ങൾ കണ്ടേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, മനസ്സ് മടുപ്പിക്കുന്ന വാക്കുകൾ മനുഷ്യൻ്റെ ഭാഗത്തുണ്ടായിരുന്നു വന്നേക്കാം. പക്ഷെ നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, സ്റ്റെപ്പുകളെ മുന്നോട്ട് വയ്ക്കുക. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ തീരുമാനിച്ചു അല്ലേ? ഇങ്ങോട്ട് വരാനൊരു തലവനുണ്ടായിരുന്നു മോശ, പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചു പോകാനൊരു തലവനെ നിയമിക്കുക. പലപ്പോഴും ഇങ്ങനെയാണ്, പിന്മാറ്റക്കാർക്ക് ഉണ്ടാവും ഒരു ലീഡർ അല്ലേ? മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമല്ല, പിന്മാറ്റക്കാർക്കും ഉണ്ടാവില്ലേ? നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണ്ടെന്ന് പറയുന്ന ലീഡർ ഉണ്ടാവും, നമുക്ക് ആരാധനയ്ക്ക് പോകണ്ടെന്ന് ഒരു ലീഡർ ഉണ്ടാവും, പിരിവ് കൊടുക്കേണ്ടെന്ന് പറയുന്ന ലീഡർ ഉണ്ടാവും. പിന്മാറ്റത്തിൽ പോകാനും നാശത്തിലേക്ക് പോകാനും ജനത്തെ നിയന്ത്രിക്കുന്ന ചില ലീഡർമാരെ കണ്ടേക്കാം. അവരുടെ വാക്കല്ല അനുസരിക്കേണ്ടത്. ദൈവാത്മാവിനെ അനുസരിച്ച് ജീവിപ്പാനെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മോശം അഹ്റോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിൻ്റെയും മുമ്പാകെ കവണു വീണു. ദേശത്ത് ഉറ്റുനോക്കി ഒരു നൂൻ്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളെ സർവ്വസഭയോടും പറഞ്ഞു തന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശം. കണ്ടോ, ഒരേ സംഗതിയെക്കുറിച്ച് രണ്ട് നിലയ്ക്കുള്ള വിവരണങ്ങളാണ്. ഒരുത്തും പറഞ്ഞത് ഞങ്ങൾക്ക് നമുക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് അറിയാവോ? ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ അത് നമ്മെ പാൽ നിലവൊഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. യഹോവയുടെ നിങ്ങൾ മത്സരിക്കാൻ മാത്രം വരുത്. ആ ദേശത്തെ ജനത്തെ ഭയപ്പെടരുത്, അവിടെ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് ഭയപ്പെടരുത്. കണ്ടോ, ചിലരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ദൈവം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വന്തം കഴിയും. ദൈവഭയം വിശ്വാസമില്ലാത്തവരും അറിയും നമ്മൾ നശിക്കാൻ പോവുകയാണ്, തീരാൻ പോവുകയാണ്, അവസാനിക്കാൻ പോവുകയാണ്, നമുക്ക് തിരിച്ചു പോകാം. ഈ രണ്ട് സംഘങ്ങളിൽ നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ കഴിയും. ഇതിലുള്ള വിശ്വാസത്താൽ മുന്നേറാമെന്ന് പറയുന്ന ആളുകളെയും കാണാൻ കഴിയും. ഇത് നമുക്ക് എളുപ്പമല്ല, അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് നമുക്ക് തിരിഞ്ഞു പോകാമെന്ന് പറയുന്ന ആളുകളെയും കാണാൻ കഴിയും. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? നിങ്ങൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണുന്നത്? എങ്ങനെയാണ് പ്രശ്നങ്ങളെ കാണുന്നത്? പ്രതികൂലത്തെ കാണുന്നത്? നിങ്ങളെ പ്രതികരണം എന്താണ് എന്ന് ശാന്തമായി ചിന്തിക്കുക. നിങ്ങൾ ജനത്തോട് എങ്ങനെ ഇടപെടുന്ന വ്യക്തിയാണ്, സംസാരിക്കുന്ന വ്യക്തിയാണ്, അത് ചിന്തിക്കുക. വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ധൈര്യത്തിൻ്റെയും വാക്കുകൾ പറയുവാൻ സർവോപരി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമ്മൾ ജയം പ്രാപിക്കുന്ന വിശ്വാസത്തോടും പ്രതീക്ഷയോടും മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നല്ല കാര്യം കേട്ടപ്പോൾ കണ്ടോ, സത്യത്തിനേക്കാൾ കൂടുതൽ നുണയെ വിശ്വസിക്കുക. ഇവർ സത്യം പറഞ്ഞത് നമുക്ക് എന്താ സംഭവിച്ചത്? അവരെ കല്ലെറിയവനായിട്ട് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൻ്റെ എല്ലാം ഇസ്രായേൽ മക്കൾക്ക് കാണുകയെ പ്രത്യക്ഷനായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയും. നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കി ചെയ്യും എന്ന് ചെയ്തു. മോശ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. നീ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ. അവർ അത് ദേശനിവാസികളോട് പറയും, യഹോവയ നീ ജനത്തിൻ്റെ മധ്യ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയ നിന്നെ ഇവർ കണ്ണാൽ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീത് നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ജനത്തെ ഒക്കെയും ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായക കൊണ്ട്
അവർ അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയം ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയുള്ള മക്കളുടെ മേൽ സന്ദർശിച്ചിങ്ങനെ അരുളി ചെയ്തതുപോലെ കർത്താവെ ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ജനത്തോട് നീ ക്ഷമിച്ചതുപോലെ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളിച്ചത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നെങ്കിലും എന്നാണ് ഭൂമിയിലെ യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കേട്ട് കൂട്ടാക്കാതെയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ഉപദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. കണ്ടോ, ഇവിടെ നിരാശയുടെ വാക്കുകൾ, നെടുവീർപ്പിൻ്റെ വാക്കുകൾ, പുറവീർപ്പിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? എന്തിനാണോ ദൈവം അവരെ കൊണ്ടുവന്നത് മിസ്രയീമിൽ നിന്ന്, പാലും നിന്നെ ഒഴുകുന്ന കനാദേശരെ കൊണ്ടുവന്ന പിതാക്കന്മാരുടെ ഭക്തി ചെയ്ത ദേശം നൽകുവാനായിട്ട്. പക്ഷേ ഇവരെ പിറവിറുപ്പ് മുഖാന്തരമായിട്ട് ആ ഭാഗ്യം അവർക്ക് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു മഹത്വമുള്ള ഒരു സ്ഥാനത്ത് എത്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ പിറവിറുപ്പുകളും നമ്മുടെ അവിശ്വാസവും പലപ്പോഴും നമ്മുടെ നന്മയ്ക്ക് തടസ്സമാകും എന്ന് മാത്രമല്ല നമ്മുടെ ഭക്തതങ്ങൾ പ്രാപിക്കാൻ പോലും ചിലപ്പോൾ തടസ്സമായി വന്നേക്കാം. അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കുക, പിറവിറുക്കാതെ ദൈവത്തെ പങ്കെടുത്താൽ സഹായിക്കുമ്പോഴാകട്ടെ. എന്നാൽ അമ്മയിലേക്ക് ഇങ്ങനെ ഇരുന്ന് താഴ്വരയിൽ പറക്കുന്നതുകൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവേൻ. ഇപ്പോൾ പിന്നെ മോശയുടെ അഹ്റോനോട് മരളിച്ചത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറവിറുക്കും, ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറവിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായ എൻ്റെ നേരെ പിറവിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുന്നു സത്യത്തിലുള്ള ദേശത്തേക്ക് കടക്കുകയില്ല എന്ന്. കണ്ടോ എത്രയാ സംഭവിച്ചത്? ഇവരെല്ലാം യുദ്ധസന്നദ്ധരായി അവിടുന്ന് പുറപ്പെട്ടവരെല്ലാം എണ്ണത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ അവിശ്വാസത്തിൻ്റെയും പിറവിറുപ്പിൻ്റെയും വാക്കുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുകയായിരുന്നു. അതേസമയം തന്നെ 2 പേര്, ആ കൂട്ടത്തിൽപ്പെട്ട 2 പേർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു. ഒറ്റ ചോദ്യം, നിൻ്റെ ജീവിതവും നിൻ്റെ സംസാരം നിൻ്റെ പ്രവൃത്തി ദൈവിക നന്മകൾ പ്രാപിക്കുന്ന രീതിയിലുള്ളതാണോ, ദൈവിക നന്മകൾ നഷ്ടപ്പെടുന്ന രീതിയിലാണോ? എങ്കിൽ ഒരു മനംതിരിവ് ആവശ്യമാണ്. ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന രീതിയിൽ സമർപ്പിക്കുവാൻ കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ കൊള്ളയായി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ അത് കടക്കുമാറാക്കും. ഉണ്ടോ? ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഇവർ പറഞ്ഞത്. എന്നാൽ പറയുക, ഈ കുഞ്ഞുങ്ങളെ എവിടെ ചെന്ന് വീഴും, അവർ കുഞ്ഞുങ്ങളത് ആ ദേശം അവകാശമാക്കും. പലപ്പോഴും ഒരു കുഞ്ഞുങ്ങളെ പ്രതിയാണ് ഇവർ പിറവിറുത്തെങ്കിൽ, പക്ഷേ ദൈവം പറയാം, നിങ്ങൾ കൊള്ളയായി പോകുന്നു കരുതിയായ കുഞ്ഞുങ്ങളത് അവകാശമാക്കും. ദേശം അവരറിയും, നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളെ പാതിവൃത്തി ഭംഗം വഹിക്കും. ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. കണ്ടോ എന്താ സംഭവിച്ചത്? ദേശം ഉറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങളെൻ്റെ അകൽച്ച അറിയാൻ പോകുകയാണ്. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ദുഷ്ടസഭയോട് ഞാനിങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കുമെന്ന് യഹോവയാ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം വിട്ടുനോക്കുവാൻ മോശെ അയച്ചുവരും. മടങ്ങുന്ന ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ സഭ മുഴുവനും വിരോധമായി പിറവിറുപ്പാണ് സംഗതി വരുത്തിവരും. ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം വിട്ടുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ വാക്കുകൾ ശ്രമക്കളോടൊക്കെയും പറഞ്ഞ് ജനമേറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അധികാലത്ത് എഴുന്നേറ്റു, ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, നിങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. മലമുകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകുകയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കണമെന്ന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളെ മധ്യേ ഇല്ല. അങ്ങോലിക്കലും കനാലിൽ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കുകൊണ്ട് യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപ്പെട്ടകവും മോശയെയും പാളയത്തിൽ പുറപ്പെട്ടില്ലാതാനും
എന്നാൽ മലയിൽ പാർത്തിരുന്ന അമോലിക്കരും കനാനെ ഇറങ്ങി വന്ന് തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. എന്താ സംഭവിച്ചത്? ഈ ജനം പറഞ്ഞത് അനുസരിച്ചില്ല. അവർ ദിവസങ്ങളിൽ പിറുപിറുക്കുന്നു. അതിനുശേഷമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മോശ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെയും അനുസരണക്കേട് കാണിച്ച് ശത്രു മുമ്പിൽ പരാജയപ്പെട്ടു പോകാനിടയായിത്തീർന്നു. ഇവിടെ ഒരു നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നാം ദൈവം പറഞ്ഞ കാര്യങ്ങളെ അനുസരിപ്പാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവത്തോടെ പിറുപിറുക്കാതെ ജീവിക്കാനിടയായിത്തീരണം. വാഗ്ദേശിക്കാനുള്ള പ്രയാണമായിട്ട് പോലും പിറുപിറുത്തതിൻ്റെ പേരിൽ അവർക്ക് വാഗ്ദേശം നഷ്ടപ്പെട്ടു. ദൈവകോപത്തിന് പാത്രങ്ങളെ തീർന്നു. ശത്രു മുമ്പിൽ പരാജയപ്പെട്ടു കൊണ്ടിടയായിത്തീർന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട്, പ്രതികൂലങ്ങളിൽ പിറുപിറുക്കാതെ ജീവിക്കാനായിട്ട്, ദൈവം പറഞ്ഞ് അനുസരിപ്പാനായിട്ട്, ദൈവാത്മ തരുന്ന ആലോചനകളെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അല്ല നാം അവയെ അവഗണിച്ചു പോയാൽ നിശ്ചയമായും ശിക്ഷാവധി ഉണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്ന് മനസ്സിലാക്കിയുണ്ട്. ദൈവത്തെ ഭയത്തോടും ഇവരോടും സ്വയിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്വർഗ്ഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. വിധത്തിലുള്ള ദൈവം സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്നെ ഭയപ്പെട്ട് ജീവിപ്പാൻ, അനുസരിച്ച് ജീവിപ്പാൻ, എന്നോട് പിറുപിറുക്കാതെ ജീവിപ്പാൻ, വചനങ്ങളെ പുറമെ അനുസരിപ്പാൻ, ആത്മാവിന്റെ നിയോഗങ്ങളെ അതിൻ്റെ നിയന്ത്രണങ്ങളെയും അനുസരിപ്പാൻ കൃപ കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. അതിനെ അനുസരിച്ചും നിങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിച്ച്, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച്, നന്മയും സന്തോഷവും വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഇവരെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പ്രമാണപ്പെട്ട് അന്യപ്പെട്ട് പോയിട്ട് കർത്താവ് മടങ്ങി ഒരാൾ കൃപ നൽകുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പട്ടുപോകാൻ ഇടവരുത്തതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. നാമത്തെ ജീവൻ കൃപ നൽകിയാട്ടെ. പ്രാർത്ഥന സ്തോത്രം ഈശ്വരനാമം തന്നെ. ആമേൻ. ക്ഷമയോടെ സന്ദേശങ്ങൾ ശ്രമിക്കുന്ന നന്ദി വരുത്തി നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. അതിൻ്റെ ഒരു താമസം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും, എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.